കാശ്മീർ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തി വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും. ബിജെപി നെന്മാർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെന്മാറ ടൗണിൽ മൗനജാഥ നടത്തി. മണ്ഡലം പ്രസിഡന്റ് എൽ നിർമ്മൽകുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി വി സുശീലൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പാലക്കാട് ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി കെ സുമംഗല, മുൻ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് അനിലാലിങ്കൽ, സെക്രട്ടറി കെ പ്രദീപ് എന്നിവർ പങ്കെടുത്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് വി സുരേഷ് തളൂർ നന്ദി പറഞ്ഞു. ചോരയൊലിച്ചുകൊണ്ട് സ്ത്രീകളാവട്ടെ നിലവിളിച്ചുകൊണ്ട് സഹായത്തിന് വേണ്ടി നിലവിളിക്കുകയും ഭീകരരാൽ കൊല്ലപ്പെട്ട അച്ഛൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന തേങ്ങിക്കരയുന്ന പിഞ്ചു ബാലൻ, അതുപോലെ തന്നെ മകളുടെ മുന്നിൽ വെച്ച് ഭീകരരാൽ കൊല ചെയ്യപ്പെട്ട് മതമേതാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഹിന്ദുവാണ് എന്ന് അറിഞ്ഞതും അവരെ കൊല ചെയ്യുകയും സ്വന്തം പിതാവിനെ മകളുടെ മുന്നിൽ വെച്ച് ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുകയും സ്ത്രീകൾ മുറവിളി കൂട്ടി നിലവിളിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ ഇന്നലെ ഉച്ചയ്ക്ക് 3 മണി മുതൽ നമ്മൾ വീക്ഷിക്കുകയുണ്ടായി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞവർക്ക് നെന്മാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. UDF ചെയർമാൻ KR പത്മകുമാർ, വിനോദ് ചക്രായി, R സുരേഷ്, ഷാജഹാൻ, രാധാകൃഷ്ണൻ, സുധീർ പല്ലശന, MR നാരായണൻ, പ്രദീപ് നെന്മാറ എന്നിവർ സംസാരിച്ചു. ഇന്ത്യ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത പാവപ്പെട്ട ജനങ്ങൾ അവർ കാലത്തടിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന് ഇവിടെ സ്ഥലം കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ വെടിന് മുമ്പിൽ പാവപ്പെട്ട ജനങ്ങൾ വീഴുക എന്ന് പറഞ്ഞാൽ അത് കണ്ടിരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞതുപോലെ ആര് ഭരിച്ചാലും അവരെ പിന്തുണയ്ക്കുക, ആ സംഭവത്തിനെ പിന്തുണയ്ക്കുക എന്നാണ് കോൺഗ്രസ് കരുതിയിരിക്കുന്നത്. അതിന് ശക്തമായി അപലപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യ രാജ്യം നേരെ സത്യപ്രതിജ്ഞ ചെയ്തതുപോലെ ഇവിടെ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ ആ പാർട്ടിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ ഒരുപാട് കാലങ്ങൾ ഭരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ അവകാശമുള്ളൂ. അതിന് ശക്തമായി പ്രതിഷേധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ജമ്മുകാശ്മീരിലെ പഹൽഗാം കൂട്ടക്കൊലയ്ക്കെതിരെ ഹിന്ദു ഐക്യവേദി കൊല്ലങ്കോട് നഗരത്തിൽ പ്രതിഷേധിച്ചു. കൊല്ലങ്കോട് PKD UP സ്കൂളിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കൊല്ലങ്കോട് ടൗണിൽ സമാപിച്ചു. ഹിന്ദു ഐക്യവേദി ചിറ്റൂർ താലൂക്ക് അധ്യക്ഷൻ NV ശങ്കർ അധ്യക്ഷത വഹിച്ചു. RSS ജില്ലാ വിഭാഗ് ബൗദ്ധിക് പ്രമുഖ് മണികണ്ഠൻ, ജില്ലാ സമ്പർക്ക് പ്രമുഖ് ഗണേശൻ, VHP ജില്ലാ സംഘടനാ സെക്രട്ടറി ജനറൽ മുരുകേശൻ, BJP മണ്ഡലം ജനറൽ സെക്രട്ടറി N ബാബു, BMS മേഖല ജോയിന്റ് രാജൻ കൊല്ലങ്കോട് എന്നിവർ നേതൃത്വം നൽകി. എല്ലാ മേഖലകളും കീഴടക്കിക്കൊണ്ട് ലോകഗുരുസ്ഥാനത്തേക്ക് ഭാരതം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ചില മത തീവ്രവാദികളും ജിഹാദികളും നമ്മുടെ ഭാരതത്തിൻ്റെ ഉയർച്ചയെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്ന ഒരു സംഭവമായിട്ട് വേണം നമ്മൾക്കിത് കാണുവാൻ. നമുക്കറിയാം, ഇങ്ങനൊരു സംഭവം കാശ്മീരിൽ നടന്നപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരനോ CPM-കാരനോ മറ്റു രാഷ്ട്രീയക്കാരോ അതിനൊരു പ്രതിഷേധം പോലും അറിയിക്കാതെ, അതിനൊരു ദുഃഖസൂചന പോലും രേഖപ്പെടുത്താതെ അവർക്ക് അനുകൂലമായൊരു നിലപാടാണ് മിക്കപ്പോഴും സ്വീകരിക്കുന്നത്. ഈ അടുത്ത് CPM-ൻ്റെ ഒരു സംസ്ഥാന അഖിലേന്ത്യാ സമ്മേളനം നടന്ന സമയത്ത് ഹമാസ് തീവ്രവാദികൾക്ക് അനുകൂലമായിട്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് സമ്മേളനത്തിലെ മുഴുവൻ ആളുകളും അവർക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിച്ചു. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വം എന്താണ് ചെയ്യുന്നത്? ഇന്ന് മുസ്ലിം ഭീകരവാദികളെ ന്യായീകരിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കുന്നു.
അവരുടെ ഭാഗം ക്ലിയറാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം അക്രമങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് അവർ പറയുന്നു. ഈ രാജ്യത്ത് ജനിച്ചുകൊണ്ട്, ഈ രാജ്യത്ത് ഉപ്പും ചോറും തിന്നുകൊണ്ട്, ഭാരതത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് ഭാരതത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ രാജ്യദ്രോഹികൾക്കെതിരെയായിരിക്കണം നമ്മളുടെ പ്രതിഷേധം.